പഴയ വീടുകളൊക്കെ കാണാൻ നല്ല രസമാണല്ലേ. ഞാനൊരു പഴയ വീട് കാണിക്കാനായിട്ടിരിക്കുകയാണ്. നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ടാവും. ഒരു പഴയ തറവാട്, ഏകദേശം ഒരു മന എന്ന് നമുക്ക് പറയാം. വർഷങ്ങളോളം, ഏകദേശം 200 വർഷത്തോളം പഴക്കമുള്ളൊരു മനയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഒന്ന് പരിഗണിച്ചേക്കണം കേട്ടോ. ഫോളോ ചെയ്യുന്നതിന്, സബ്സ്ക്രൈബ് ചെയ്യുന്നതൊക്കെ, ബെൽ ബട്ടണും കമൻറ്റ്, ലൈക്ക്, എല്ലാ സാധനങ്ങളും ഒട്ടും കുറയ്ക്കാതെ തന്നെ തരുമല്ലോ അല്ലേ. എന്നാൽ ആദ്യം വഴി കാണിക്കാം. ഇതാണ് വഴി, നോക്കത്താ ദൂരത്ത് വഴി. കുറേ നാളുകളായിട്ടിപ്പം ഇവിടെ ആരുമില്ല, താമസം പൂർണ്ണമായിട്ടും ഇല്ലയെന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു 4.8 ഏക്കർ, അതായത് 484 സെൻറ്റ് സ്ഥലത്തിനകത്തായിട്ട് 15,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു മന കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്, പരിചയപ്പെടാൻ പോകുന്നത്. ഈ മന വിൽക്കാനായിട്ടാണ്. അപ്പോൾ വില ഞാൻ അവസാനം പറയാം, കാത്തിരിക്കുക. അപ്പോൾ നമുക്ക് മനയിലേക്ക് കയറാം. എൻ്റെ മനയിലേക്ക് സ്വാഗതം എന്ന് നാളെ നിങ്ങൾക്ക് പറയാം, ആരോടെങ്കിലും ഒക്കെ. എന്തായാലും മനയുടെ ഫ്രണ്ട് ഇരിക്കുമ്പോൾ ഇതാണ് പടിപ്പുര. പടിപ്പുരയിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വീടും പരിസരവും ഫോട്ടോ എടുക്കരുത്, അനുവാദമില്ലാതെ ഒരാളും വന്ന് ഇവിടെ ഫോട്ടോ എടുക്കരുത് എന്നൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ ഡയറക്റ്റ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 100-150 മീറ്ററോളം നമ്മൾ ഈ കണ്ട ആ ഒരു വഴിയുണ്ട് കേട്ടോ. അവിടെ നിന്നാണ് അത്രയും ദൂരം നമ്മൾ നടന്നു വന്നാൽ മാത്രമേ ഇവിടേക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. ഇത് കൃത്യമായിട്ടും തൃശ്ശൂർ ജില്ലയാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയാണ്, പാലക്കാട് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെയായിട്ട് വാഹനമൊക്കെ ഉള്ളിലേക്ക് കയറ്റാനായിട്ട് അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ കാട് കയറി കിടക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും അകത്തേക്ക് കയറുന്നില്ല. അവിടെ അങ്ങ് ഒരു സെറ്റപ്പ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ പടിപ്പുര കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ പടിപ്പുരയുടെ ഇവിടെ വലിയൊരു ഗ്രിൽ ഗേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇരുമ്പാട്ടോ, നല്ല ശക്തിയുള്ളൂ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു 200 വർഷം പഴക്കമുണ്ടെങ്കിലും ഇതൊക്കെ അതിന് ശേഷം പുതുക്കി പണിതായിരിക്കണം. അപ്പോൾ നമുക്ക് നേരെ മനയുടെ ഉള്ളിലേക്ക് പോകാം. അപ്പോൾ ഏകദേശം ഒരു 3-4 തലമുറയെങ്കിലും ഇവിടെ ജനിച്ച് മരിച്ചിട്ടുണ്ടാവാം കേട്ടോ. ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ മുറ്റമാണ്, വിശാലമായ മുറ്റം. മുറ്റത്ത് നമുക്ക് നടന്നു പോകാനായിട്ട് കല്ലൊക്കെ ഒരുക്കിയിട്ടുണ്ട്. 2 സൈഡിലും മരങ്ങളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഇപ്പം വലിയൊരു മഴ കഴിഞ്ഞിരിക്കുക കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ഏകദേശം 1 മണിക്കൂറായിട്ട് മഴ തകൃതിയായിട്ട് പെയ്യും. നമ്മൾ വീഡിയോ എടുക്കാൻ അനുവദിക്കത്തില്ല. നമ്മൾ എറണാകുളത്ത് നിന്ന് ഇവിടെ വന്നേക്കാം വീഡിയോ എടുക്കാൻ. ഒരു വിധത്തിൽ നമ്മൾ അനുവദിക്കാത്ത തരത്തിൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾ വീഡിയോ എടുത്തോന്നും പറഞ്ഞുകൊണ്ട് മഴയൊന്ന് മാറി നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ കല്ലുകളിലൂടെ നടന്നു പോവാം. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ഭാഗമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു മേൽനോട്ടക്കാരനുണ്ട്, ആൾ കുറച്ചൊക്കെ ഏകദേശമൊക്കെ വൃത്തിയാക്കി ഈ ഒരു പ്രോപ്പർട്ടി ഇടുന്നുണ്ട്, ആളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ. പക്ഷേ 15,000-ഓളം സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് ഈ ഒരു പ്രോപ്പർട്ടി. എങ്ങനെ വൃത്തിയാക്കാനാണ് ഇത്? ഒരാളെ കൊണ്ടങ്ങാണ്ട് നടക്കും. പണ്ട് ഇവിടെ ഞാനിവിടെ തൊട്ടടുത്തൊക്കെ അന്വേഷിച്ചേ. അപ്പോൾ പണ്ട് ഇവിടെ മാത്രം ഒരുപാട് പണിക്കാരുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അത് ഈ പടിപ്പുര, നമ്മളിപ്പം കണ്ട പടിപ്പുരയില്ലേ, ആ പടിപ്പുരയിൽ അവിടെ മാത്രം കിടക്കാനായിട്ടും രാത്രി കാലങ്ങളിൽ നോക്കാനായിട്ടും മാത്രം ഒരാൾ. ഇതേപോലെ അപ്പുറത്ത് വേറൊരു പടിപ്പുരയുണ്ട്. പിന്നെ ഓരോ പറമ്പിലും ഓരോ കിണറുകൾ വീതമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പണിയെടുക്കാൻ തന്നെ വേറെയും കുറേ ആളുകളുണ്ടായിരുന്നു. അമ്മ പണ്ടുള്ള ആളുകൾ എന്നാ സെറ്റപ്പിലായിരുന്നു ജീവിച്ചിരുന്നല്ലേ. ഇവിടുത്തെ പഴയ ജന്മിമാരായിരുന്നെന്നാണ് നമ്മൾ കേട്ടത്. നമുക്ക് ബാക്കി കഥയൊന്നും അറിയത്തില്ല, ഹിസ്റ്ററി ഒന്നും നമ്മൾ കൃത്യമായിട്ട് പറയുന്നില്ല. 3 നിലകളിലായിട്ടാണ്, നോക്കി കണ്ട, 3 നിലകളാണ്. ഏറ്റവും മുകളിൽ ഓടൊക്കെ ഇട്ട് കിടിലല്ല, എന്താ രസം. പക്ഷേ അവിടെ ഷീറ്റായിട്ടേക്കുന്നത് ഈ ഭാഗത്ത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടാമത് ഇപ്പം ചെറിയൊരു ഈ ഓടൊക്കെ കാരണം മാറ്റി ഇവിടെ ഈ മയിലിൻ്റെ നമ്മുടെ ദേശീയ പക്ഷിയില്ലേ സംഗതി, പുള്ളിക്കാരൻ്റെ ശല്യം ഇച്ചിരി കൂടുതലാണ് എന്നാണ് ഈ ഭാഗത്ത്. ഈ പാലക്കാടൊക്കെ ഉള്ളവർ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇത് തുളസിത്തറയല്ലല്ലോ, ഒരു തുളസിക്കൂട്ടം തന്നെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ തുളസികൾ. നോക്കി, എന്തായാലും കൊള്ളാം. നമുക്കിതൊക്കെ വകഞ്ഞ് മാറ്റി അടുത്തേക്ക് ചെല്ലാം. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറണോ? അകത്തേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട് ഈ ഒരു സൈഡിൽ. നമുക്ക് ആ കുളമൊക്കെ ഒന്ന് പോയി കണ്ടല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളമാട്ടോ, വെള്ളത്തിൽ വീഴാതെ നമുക്കിതാ. ഇത് ഒരു കിണറിലേക്ക് ഇറങ്ങുന്ന ഒരു എൻട്രി. കണ്ട മയിൽ കരയുന്ന കേട്ടോ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു കിണറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കിണറിലേക്ക് പോകുന്ന ഒരു ഭാഗമാണിത്. ഇനി ഇത് വന്നു കഴിഞ്ഞാൽ ഇതെനിക്കൊന്ന് ബാക്ക് സൈഡ് കേട്ടോ. ബാക്ക് സൈഡ് ഇവിടെ ഇതാണ് മെയിനായിട്ട് ഇവിടെ നമ്മുടെ ബാത്ത് ഏരിയ എന്ന് പറയുന്ന സ്ഥലം. കാരണം ഇവിടെ കുളം ഇവിടെ, അതുകൊണ്ടാണ് ബാത്ത് ഏരിയ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ അടുക്കളയുടെ പിന്നാമ്പറോ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ആയിരിക്കണം. നോക്കിയേ, ഇത് എൻ്റെ അമ്മേ, ആ പഴക്കം കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ജനാലകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും അല്ലേ. നോക്കിയേ, ഒരു തരത്തിലുള്ള ചെറിയ ചെല്ലി ഇരിക്കും. നോക്കി, ഒരു പ്രാണി ഇതേ ഉണ്ടോ, ഈ ഒരു ജനാലകളിലൊക്കെ ഇരിക്കുന്ന പ്രാണി. ഇതിൻ്റെ നോക്കിയേ, എൻ്റെ അമ്മ എന്നാ കട്ടിയുള്ള ഇരുമ്പാന്നേ. കിടിലം കേട്ടോ, രക്ഷയില്ല. ഇതെന്താ സെറ്റപ്പ്? ഇവിടെ എനിക്കൊന്ന് വെള്ളം ശേഖരിച്ച് വെച്ചേക്കുന്ന വല്ലതാണോ? പഴയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഈ ഐറ്റം എന്താണെന്നുള്ളത്. എനിക്ക് അറിയത്തില്ല. കൊള്ളാം, ഇതൊക്കെ പൂർണ്ണമായിട്ടും തടിയാണ്.
ഇത് വാങ്ങിക്കുന്നവൻ എന്താ ലോട്ടറി കേട്ടോ. കാരണം ഇത് ഒരുപാട് തടികളുടെ പണികളുണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ ഇതുവഴി നമ്മൾ നേരെ കുളത്തിലേക്ക് പോകും. ഇവിടെ നിന്ന് വേറെ ലൈറ്റൊന്നുമില്ല, ഭയങ്കര സൈലൻസാ. വാ വാ വാ, നമ്മൾ കുളത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ അധികമൊന്നും വൃത്തിയാക്കാത്തതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ പുല്ല് പിടിച്ച് കിടക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാം. ഇവിടെ ഇതാ നോക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുളം കാണാം കേട്ടോ. ഇതാ അത് കുളമാണ്. ഇപ്പം കാട് കയറി കിടക്കുന്നുണ്ടാണ്. അടിപൊളി കുളം കേട്ടോ. ഞാൻ എൻ്റെ വേറൊരു വ്യൂ കാണിച്ചു തരാം. വാ, നമ്മൾ ടോർച്ചൊക്കെ ആയിട്ടോ വന്നേക്കുന്നത് കേട്ടോ. യെസ്, നിങ്ങളിവിടെ കാണിച്ചു തരണ്ടേ. കണ്ട, ഇത് ഇവിടെ നിന്നുകൊണ്ട് കുളിച്ച് പണ്ട് കുളിക്കുന്ന സെറ്റപ്പ് കൊള്ളാമല്ലേ. ഇവിടെ നിന്ന് ആ വെള്ളത്തിൻ്റെ നിറം കാണുന്ന രസമുണ്ടല്ലേ, ഒരു പച്ച കളറ്. പക്ഷെ അവിടെ നിന്ന് നോക്കിയപ്പോൾ നീല കളറായിരുന്നു, ഇപ്പോൾ പച്ച കളർ കൊള്ളാമല്ലേ. അതെന്തായിരിക്കും അങ്ങനെ? അറിയാവുന്നൊരു കമൻറ്റ് പറയണേ. എന്തായാലും കൊള്ളാം. ഇനി എനിക്കൊന്ന് ഇവിടെ നമ്മുടെ ബാക്കി ടോയ്ലറ്റും സംവിധാനങ്ങളൊക്കെ ഇതേ ഈ ഭാഗത്താണ്. ഇവിടെയൊക്കെ പഴയ ഓട്. ദേ 2 എലികൾ നോക്കി കണ്ടോ, 2 എലികൾ. അടിപൊളി. പിന്നെ ഇവിടെ എന്താ ബാത്റൂമിൻ്റെ ബാക്കി സെറ്റപ്പൊക്കെ കേട്ടോ. കണ്ടോ, ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട് പക്ഷേ ഇട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതാ ഇനി നമ്മുടെ പ്രോപ്പർ ബാത്റൂം കാണിച്ചു തരാം കേട്ടോ. വാ 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 വാ. ഇതാണ്ട് കണ്ടോ, ഇത് ബാത്റൂം. ഡ്രസ്സൊക്കെ മാറാനായിട്ട് ഉള്ള സ്പേസാണ്. യെസ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നില്ല കേട്ടോ. കാരണം ഇവിടെ ഇഴജന്തുക്കളൊക്കെ കാണാം. പക്ഷേ മയിലുണ്ട്. മയിലുള്ളിടത്ത് പാമ്പ് വരത്തില്ല അല്ലേ. കാരണം ഈ മയിൽ പാമ്പിനെയൊക്കെ തിന്നുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇല്ലായിരിക്കും എന്ന് വിശ്വസിക്കാം. നമുക്ക് എന്തായാലും ഇതാദ്യം എക്സ്റ്റീരിയർ മുഴുവൻ ചുറ്റി കണ്ടതിന് ശേഷം നമുക്ക് അകത്തേക്ക് കയറിയുള്ള കാഴ്ചകൾ കാണാം. വാ വാ. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഇതെന്താ സംഭവം? ഇത് കണ്ടോ, പത്തായപ്പുരയിലകത്ത് എന്തോ കയറൊക്കെ വെച്ച് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ട കയറ് കണ്ട. യെസ്, നമുക്ക് അടയ്ക്കാം. അപ്പോൾ യെസ്. എൻ്റെ ദൈവമേ, ഈ കഴുക്കോലൊക്കെ നോക്കിയേ. എന്നാ ഒരു ഗനം. ഇതിനകത്ത് ഒരു 2-3 കഴുക്കോല് മതി കേട്ടോ ഒരു വീടിൻ്റെ കട്ടളയാവാൻ. അത്രയ്ക്കും സെറ്റപ്പായത് കേട്ടോ, ഒരു രക്ഷയില്ല. ഇതുവഴിയായിട്ട് നമുക്ക് ഈ വീടിനകത്തേക്ക് കയറാം. പക്ഷേ ഇതിപ്പോൾ അടച്ചിട്ടേക്കാണ്. ഞാൻ പറഞ്ഞ ചെല്ലി എന്ന് പറഞ്ഞാൽ കണ്ടോ ഈ സാധനം കേട്ടോ. ഇതുകൊണ്ട് നോക്കി ഈ സാധനം. ഇതിൻ്റെ കുറേ പേരുകളുണ്ട്. ഇതിനകത്ത് വീടിനകത്ത് കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിക്കുന്നവർ ഇത് ഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ റിനോവേറ്റ് ചെയ്ത് തന്നെ നിങ്ങളിതിനെ എടുക്കണം കേട്ടോ. ഇവിടെ ഈ വളർന്നേക്കുന്ന പായലൊക്കെ നോക്കി നല്ല രസമുണ്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഈ കല്ലുകളൊക്കെ ഇവരിട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ദാ ദൈവമേ, തൂണ് നോക്കിയേ. എൻ്റെ അമ്മ എന്തു വലിയ തൂണാന്ന്. മതിയായ തൂണ് കേട്ടോ. ദാ ഇനി നമുക്ക് വേറൊരു സ്ഥലം കാണാം. ഇവിടെ പണ്ട് ഒരു പശുത്തൊഴുത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പശുത്തൊഴുത്തൊക്കെ നിന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കാം. അപ്പോൾ സ്ഥലമൂടെ നിങ്ങളൊന്ന് കാണിക്കണമല്ലോ, അതാണ് എൻ്റെ ലക്ഷ്യം. വാ, ഇതേ ഇവിടെ നമ്മൾ പഴയ സിനിമയിലേക്ക് കണ്ടിട്ടില്ലേ, ഒരു ചെറിയ ഇടനാഴി പോലുള്ള സ്പേസ്. ഇതിലേ കൂടെ വേണം കയറി പോകാനായിട്ട്. വാ വാവ്, എന്താ ഒരു വൈബ്, ഒരു രക്ഷയില്ല കേട്ടോ. ഇതാ അവിടെയായിരുന്നു പശുത്തൊഴുത്തുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ വലിയൊരു ബൗണ്ടറിയൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ അതൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ മരങ്ങളുണ്ട്, ഇഷ്ടം പോലെ മരങ്ങളുണ്ട്. ഏതൊക്കെ മരങ്ങളാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അപ്പോൾ കുറേ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതേ ആ കണ്ട പടിപ്പുര നോക്കിയേ, ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ആ ഒരു പടിപ്പുര കാണാം കേട്ടോ. അപ്പോൾ മരങ്ങൾക്കിടയിലൂടെ നോക്കിയാൽ ഓട് മാത്രം കാണാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ വേറൊരു സംവിധാനം ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇത് ഈ പൈപ്പിങ് നോക്കിയേ. നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ PVCയുടെ പൈപ്പൊന്നുമല്ല. എൻ്റെ അമ്മേ, ബ്രാസാണ് കേട്ടോ ഐറ്റം. ബ്രാസ് അല്ലല്ലോ, ഇരുമ്പാന്ന് തോന്നുന്നു കേട്ടോ. ഇരുമ്പുണ്ട്. അപ്പോൾ പഴയ ഐറ്റമാണ്. ഇവിടെ മുകളിലൊക്കെ ബാത്ത് അറ്റാച്ച്ഡായിട്ടുള്ള ബാത്റൂംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് എനിക്കൊന്ന് സത്യം പറഞ്ഞാൽ 1 പോകാനുള്ള പ്രൊവിഷനേ ഉള്ളൂ. മുകളിൽ താഴത്താണ് 2 പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള അറ്റാച്ച്ഡ്. ആ സാധനം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വേസ്റ്റ് ഫുള്ള് ഇതുവഴിയായിട്ട് വന്ന് ഡ്രെയിനേജ് സംവിധാനം നോക്കിയേ. പണ്ടത്തെ ഡ്രെയിനേജ് സംവിധാനം കേട്ടോ. എനിക്കത് പിന്നീടാണ് ഇത് അടച്ചത്. പണ്ട് ഇത് അടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ചുറ്റുമതിലിൻ്റെ ഒരു ബാക്കി ഭാഗം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നല്ല രസമുള്ള ഒരു ഭാഗം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വൃത്തിയാക്കി എടുക്കണം കേട്ടോ നമ്മൾ മൊത്തം. ഇതേ മയില് അയ്യോ പോയി നമ്മുടെ സൗണ്ട് കേട്ടപ്പോഴേ പോയി. അതിൻ്റെ മുകളിലുണ്ടായത് കേട്ടോ. ഇതും കിടിലൻ സെറ്റപ്പാ. അയ്യോ, അതിൻ്റെ മുകളിൽ ഇരുന്ന് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ.
ഇനി ഇവിടുത്തെ പത്തായപ്പുര എന്ന് പറഞ്ഞ സംഭവമാണിത്. ഇത് തന്നെ ഉണ്ട് 2 നില പത്തായപ്പുര. എൻ്റെ അമ്മോ കണ്ടാ എന്താ വലിയ കെട്ടിടം. പത്തായപ്പുര മാത്രമാണ് ഇത്രയും വലുതേ. ഇവിടെ തന്നെ അവിടെ നിന്നൊരു പടിപ്പുരയോടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുവഴി നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഉള്ളിലേക്ക്, അല്ലെ ഈ ഒരു മനയുടെ ഉള്ളിലേക്ക് വരാനുള്ള സ്പേസ് ഉണ്ട്. അപ്പം വാ, ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ വാവ്, നമ്മുടെ ഈ കുറച്ച് ടോർച്ചും സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളെ കാണിക്കുന്ന സമയത്ത് വെട്ടം ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങൾ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ലൈറ്റും സെറ്റപ്പൊക്കെ ഞങ്ങളുടെ കയ്യിലുള്ളതാണ്. ഇപ്പം കാറിപ്പോയാലും ഈ ഒരു സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ടാവുന്നതാണ്. ഇതൊരു ചെറിയ വട്ടം ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഇവിടുത്തെ ടോർച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നൊക്കെ. കണ്ടാ എൻ്റെ അമ്മേ, ഈ പത്തായപ്പുരയുടെ ലോക്ക് കണ്ടാ, ഇത് പഴയ സിസ്റ്റം. ഈ പത്തായപ്പുരയുടെ ഈ ഒരു കട്ടള നോക്കി, എൻ്റെ പൊന്നു മോനെ, നമ്മുടെ ഒരു വീടിൻ്റെ കട്ടള ഇതിൻ്റെ പകുതി പോലും ഉണ്ടാകത്തില്ല. ഇതിൻ്റെ വീതി നോക്കി. ഇത് അങ്ങനെ ഇവിടെയും ഒരു ഡോറുണ്ട്, ഈ ഒരു ഭാഗത്തും ഡോറുണ്ട്. അതേപോലെ തന്നെ ഇതിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇവിടെയും ഡോർ കാണാൻ പറ്റും കേട്ടോ. കണ്ടാ എങ്ങനെയുണ്ട് സെറ്റപ്പ്? ഇനി നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. ഓ എൻ്റെ ദൈവമേ, കുറ്റാക്കൂരിട്ടാട്ടാ നോക്കിയേ, കണ്ട. ഇനി ഇതാണ് പത്തായം. ദേ ആ പത്തായം കാണിച്ചു കൊടുക്ക്. കണ്ട, ഇതിനകത്ത് സാധനങ്ങളൊക്കെ പണ്ടുള്ളവർ ഇട്ട് നിറച്ച് വെച്ചേക്കണേ. അങ്ങനെ ഒരു പത്തായം കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മച്ചൊക്കെ നോക്കിയേ, ദൈവം, ആ തടിയുടെ വർക്ക് നോക്കിയേ, അടിപൊളി. എന്നാ കിടിലം തടികളാ. ഇതാ നോക്കിയേ, അതിൻ്റെ മുകളിലെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ഗ്ലാസിൻ്റെ ഓട് കേട്ടോ, ഇത് പഴയതാണ് കേട്ടോ. പിന്നെ ഇവിടെ തടികൾ തന്നെ ഇഷ്ടം മാതിരി ഉണ്ട്. ഏറ്റവും കൂടുതൽ തടികൾ ഇതിനകത്ത്. എന്തോരം തടികളുടെ വർക്കാണ്. ഞാൻ ഈ കഥ കടക്കട്ടെ. ഇവിടെ മയിലിൻ്റെയും അതേപോലെ തന്നെ ഈ എന്താ പറയുക, പന്നിയുടെ ഒക്കെ ശല്യം ഉണ്ടെന്നാണ് ഇവിടെ നിൽക്കുന്ന കാവൽക്കാരൻ പറഞ്ഞത്. അപ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് അടച്ചേക്കാം, അല്ലേ പിന്നെ അയാൾക്ക് പണി ഉണ്ടാക്കണ്ട അല്ലേ. അപ്പോൾ നമ്മൾ ആ സ്ഥലം കണ്ടു. ഇനി കുളം കാണണ്ടേ, നമുക്ക് കുളം കാണിക്കാം കേട്ടോ. അപ്പോൾ കുളം ദേ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കുളമുണ്ട്. പിന്നെ മണിക്കിണർ എന്ന് പറഞ്ഞ സാധനം അത്യാവശ്യം എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. പഴയ ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും മണിക്കിണർ എന്നാണെന്നുള്ള കാര്യം. അപ്പോൾ ഈ വീട്ടിലേക്ക് വരാനുള്ള വേറൊരു വഴിയൂടെ ഞാൻ കാണിക്കാം. പിന്നെ ഞാൻ കാണിച്ച പടിപ്പുര, അവിടേക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ. ഫുള്ള് ദേ പുല്ല് പിടിച്ച് കാട് പിടിച്ച് കിടക്കാം. അവിടേക്ക് നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്നിട്ട് ഈ പത്തായപ്പുര എന്ന് കാണിച്ചു കൊടുത്തേ. ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് എന്താ വ്യൂ. ആ പത്തായപ്പുരയുടെ എടുപ്പ് നോക്കിയേ. എനിക്കൊന്നും ഇതിൻ്റെ മുകളിൽ താമസിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് കണ്ടില്ലേ ആ സെറ്റപ്പൊക്കെ. ഇത് ഈ മുകളിൽ പ്രാവൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഏറ്റവും മുള്ളരി പ്രാവുകൾ. യെസ്, ഇത് വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ പറ്റും? അടുത്ത എന്താ പറയുക, ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാനുള്ള ഒരു ഗേറ്റും. ഇതൊക്കെ കാടൊക്കെ വെട്ടി തെളിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഫുള്ള് കാടായിട്ട് കിടക്കാം കേട്ടോ. കൊള്ളാം. സത്യം പറഞ്ഞാൽ ചെറിയൊരു പേടിയുണ്ട്, എന്തെങ്കിലും ഇഴജന്തുക്കളൊക്കെ ഉണ്ടോ എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ കുളത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഇതുവഴിയായിട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും, ഈ ഒരു ഭാഗത്തേക്ക്, കുളത്തിൻ്റെ ആ സൈഡിലേക്ക്. പിന്നെ ഇവിടെയായിട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെയായിട്ട് ഒരു മുരിങ്ങ. കൊള്ളാം അല്ലേ, എന്തു വലിയ മുരിങ്ങ ഉണ്ടോ? ഇല്ലല്ലോ. ഫുള്ള് കാടാട്ടോ. ഇവിടെയായിട്ടാണ് ഇവിടെ ഒരു മണിക്കിണർ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ആ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ. ഇവിടെയൊക്കെ മതിലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടേ നമ്മുടെ ടൂറിസം അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൂറിസത്തിൻ്റെ ഒക്കെ എന്തോരം സാധ്യതകളുള്ള ഈ ഒരു പ്രോപ്പർട്ടിയൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ ഫുള്ള് റിനോവേറ്റൊക്കെ ചെയ്തിട്ട് വിദേശികളെയൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അല്ലേ. അങ്ങനെ ഇപ്പം കുറേ ഇടത്തൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്ക് വെച്ച് കുറച്ചാൾ ഒളപ്പമണ്ണ മന കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വിൽക്കാനല്ല കേട്ടോ. അത് ആ മന ഇതേ കണക്ക് ഫുള്ള് ഡെയിലി എനിക്ക് തോന്നുന്നു റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും രസമാണ്, വെറൈറ്റിയാണ്, നല്ല രസമുണ്ട് കാണാൻ. ഇവിടുത്തെ പഴയ ഡ്രെയിനേജ് സിസ്റ്റം നോക്കിയേ, എന്താല്ലേ. ഇവിടെ കണ്ട വെള്ളം വന്ന് ഇതിനകത്തേക്ക് ഇറങ്ങും. ഇപ്പോഴത്തെ മറ്റേ യു ക്ലാമ്പൊക്കെ വെക്കുന്ന ആ ഒരു യു പൈപ്പൊക്കെ വെക്കുന്ന ആ സംഭവമില്ലേ, ഇവിടെ അതൊന്നും വെക്കേണ്ട കാര്യമില്ല. ഡ്രെയിനേജ് സംവിധാനം ഒരു രക്ഷയുണ്ടായിരുന്നു, പക്ഷേ ഓപ്പൺ ആയിരുന്നു എന്ന് മാത്രം. അതിന് പിന്നീട് വന്നവരായിരിക്കണം ഇതിന് ഈ പറഞ്ഞ മുകളിൽ സ്ലാബോ മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. ഇവർ മെയിൻ ഡൈനിങ് സ്പേസ് ആണ് ഈ ഒരു സാധനം.
ഇതിനുള്ളിൽ ഇരുന്നാണ് ഇവർ ആഹാരം കഴിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. പഴയ ആളുകൾ വല്ലതും ഉണ്ടെന്നൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ എന്നെ തെറി വിളിക്കരുത്, പകരം ഒന്ന് തിരുത്തണം, കമൻറ്റായിട്ട് പറഞ്ഞാൽ മതി ഇതെന്താണെന്നുള്ള കാര്യം. അപ്പോൾ ഞങ്ങളിവിടെ ചോദിച്ചപ്പോൾ അന്വേഷിച്ചാൽ മനസ്സിലായത് ഇത് ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള സ്ഥലമാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും പ്രോഗ്രാംസോ ഫങ്ഷൻസോ ഒക്കെ നടക്കുകയാണെങ്കിൽ ഇതിനുള്ളിൽ വെച്ചായിരിക്കും നടക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. നമുക്കിനി ഉള്ളിലേക്ക് കയറാം കേട്ടോ. വാ, നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് സജ്ജീകരിക്കേണ്ടതുണ്ട്. കാരണം ഉള്ളിൽ ഇപ്പോഴത്തെ വീട്ടിലെ കൂട്ട് പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റ്സും ഒന്നുമില്ല. അപ്പോൾ ഇവിടെ കുറേ പഴയ കുറച്ച് ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ വെട്ടത്തിൻ്റെ സോഴ്സിന് ഈ 2 സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാം. അയ്യോ, ക്യാമറമാൻ്റെ തോളത്ത് പുഴു കയറിയിരുന്നു. നമുക്ക് വാ, ഇതാണ് വരാന്ത. അപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റും. അത്യാവശ്യം വെട്ടമുണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ്, ഈ ഇരിക്കാനുള്ള സ്പേസ് മുഴുവൻ അവർ തടിയാണ് മൊത്തം ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു നീളൻ വരാന്തയുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇരിക്കാനുള്ള സ്പേസ്. ഇത് ബ്ലാക്ക് ഓക്സൈഡാണെന്ന് തോന്നുന്നു കേട്ടോ, റെഡ് ഓക്സൈഡിന് പകരമുള്ള സാധനം. എന്തായാലും കൊള്ളാം. വാ, അകത്ത് കയറുകയാണേ നമുക്ക് ഈ സൗണ്ട് കേട്ടോണേ. ഇതാണ് കയറി വരുമ്പോൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാടോ താൻ ഷൂ ഇട്ടുകൊണ്ട് കയറിയെന്ന്. നല്ല പൊടിയാണ്. അകത്തോട്ട് ചെല്ലുമ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഷൂ ഇടാതെ തന്നെ നടക്കാൻ പറ്റത്തില്ല, ഫുള്ള് പൊടിയും കണക്ക് സാധനങ്ങൾ. അത് വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. അതേപോലെ എൻ്റെ ഈ അളിയന്മാരാണ് ഇതിനകത്ത് കണ്ടോ. ഇവന്മാരുടെ ശല്യം ഇത് കൂടുതലാണ്. ഇതൊക്കെ വൃത്തിയാക്കി എടുക്കണം. ഇതൊക്കെ വൃത്തിയാക്കി എടുത്ത് കഴിഞ്ഞാൽ സെറ്റപ്പായി മാറും കേട്ടോ. ഇവിടെ ഈ സൈഡിൽ കയറുമ്പോൾ തന്നെ ഈ സൈഡിലായിട്ട് വലിയൊരു ബെഡ്റൂം ഉണ്ട് കേട്ടോ, ഈ ഒരു സൈഡിൽ. പിന്നെ ഇവിടെ വരുന്ന മയിലുകളുടെ പീലി, ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ക്ലീനിങ്ങിനൊക്കെ നിൽക്കുന്ന ഒരു ബായി ഉണ്ട്, ബായി എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഇനി അതേപോലെ തന്നെ ഇവിടെ നിന്ന് മുകളിലേക്ക് കയറാനായിട്ട് പടികൾ കേട്ടോ. ആ സ്റ്റെയറിൻ്റെ ഡിസൈൻ നോക്കി, ഇങ്ങനെ ചുറ്റപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ പുറത്തിരിക്കുന്ന അളിയന്മാരൊക്കെ ഉണ്ടോ? ഇതാൾ താമസമില്ല, ഇവന്മാർ കയറി ഇത് മൊത്തവും ചീത്തയാക്കുന്നേ, അതാ പ്രശ്നം. അപ്പോൾ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഇവിടെ ഇൻവെർട്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ബായി ഒറ്റയ്ക്ക് എവിടെ താമസിക്കുന്നത്. ഇതൊരു ബെഡ്റൂമാണ്. പണ്ടത്തേക്ക് റൂമുകൾ അറിയാലോ, ഇത്രയും സ്പേസൊക്കെ ഉള്ളൂ. നോക്കേ, ഈ ഒരു വെട്ടം മാത്രമേ ഉള്ളൂ. ഇതുണ്ടോ നമ്മൾ പഴയ ഇത്തരത്തിലുള്ള ബൾബുകളൊന്നും ഇപ്പം ഒന്നുമില്ല. ഇവിടുത്തെ മച്ചു നോക്കിയേ, കണ്ടോ അവിടത്തേക്ക് തടിയുടെ കനം. ഇനി ഇവിടെ ബാത്റൂം ഉണ്ടേ. അപ്പോൾ ഇതാണ് ബാത്റൂം, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ക്ലോസറ്റ്സ് കണ്ടോ, ഇത് പഴയ ജനത എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ഈ ഒരു ബ്രാൻഡ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പറയണേ കേട്ടോ. എന്തായാലും ഇതാണ്, ഈ ഒരു ബാത്റൂം മാത്രമേ ഈ ഒരു ക്ലോസറ്റ് സംവിധാനമുള്ളൂ. ബാക്കിയുള്ളത് ക്ലോസറ്റിനുള്ള സംവിധാനമല്ല. അതേതായാലും ഇതെന്താ സംഭവം, പിടിക്കാനുള്ളതാണോ, പിടിച്ച് കയറാനുള്ളതാണ്. അത് ഇവിടെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ്. നമുക്ക് ഉള്ളിലൊക്കെ നല്ല സ്ഥല സൗകര്യമുണ്ട്. ഈ തടിയുടെ വർക്കാട്ടോ ഒരു രക്ഷയില്ലാത്ത അമ്മാതിരി തടികളാണ് ഇതിനകത്ത്. അയ്യോ, ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. ഇനി നമ്മളെ നടുമുറ്റം ഭാഗത്തേക്കാണ് നടക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പം നടുമുറ്റം ഭാഗത്തേക്ക് നടക്കുമ്പോൾ ആദ്യം ഇടത് സൈഡിലായിട്ട് ഇവിടെ ആയിട്ടൊരു സ്റ്റോർ റൂം ഉണ്ട് കേട്ടോ. ഇതൊരു ചെറിയ സ്റ്റോർ റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സാധനങ്ങളൊക്കെ വെക്കാം. ഇത് പഴയ റാന്തൽ വിളക്കിൻ്റെ ഒരു ഭാഗം എന്തേ കിടക്കുന്നുണ്ടോ? എന്താ ഇവിടെ റാന്തൽ വിളക്കിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല അതിനകത്തൊന്നും. ഇത് ഇവിടെ പെട്ടിയൊക്കെ ഉണ്ട്, ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ, നല്ല രസമുണ്ടല്ലേ. അടുത്തായിട്ടൊക്കെ കുറേ സാധനം, ഇതൊക്കെ എന്താണ്ടൊക്കെ കുറേ പെട്ടികളുണ്ട്. ഇതെന്താ സംഭവം? സാധനം നോക്കിയേ, എന്തല്ലേ, നല്ല രസമുണ്ട്. ഇത് സ്റ്റോർ റൂമാണ്. അവിടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്റ്റോർ റൂമായിരുന്നു ഇത് കേട്ടോ. ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് നോക്കാം. ഇവിടെയും അതേപോലെ തന്നെ ഒരു സ്റ്റോർ റൂമുണ്ട്. ഇതിനകത്തും കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ദേ ഭായിയുടെ വലിയ ടോർച്ച്. വലിയ ടോർച്ച് വിടുന്നുണ്ടോ? നമ്മൾ ഈ ചെറിയ ടോർച്ച് വെച്ച് ഇവരെ ഇതൊക്കെ കാണിക്കുന്നത് കണ്ടാ മച്ചക്കണ്ട. ഇതൊന്നും ഈ സാധനം കണ്ട പഴയ ആമാടപ്പെട്ടിയാണ് തോന്നുന്നു കേട്ടോ. കൊള്ളാം അല്ലേ? പഴയ മറ്റേ കുടമൊക്കെ ഇരിക്കും, നോക്കി, പഴയ കുടം. ഇവിടുത്തെ കുറേ ഫർണിച്ചേഴ്സും സാധനങ്ങളൊക്കെ ഇവർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഫർണിച്ചേഴ്സ് ആയിരുന്നില്ല, ഇതിനകത്ത് കുറേ ഫർണിച്ചേഴ്സ് ഉണ്ടായിരുന്നു. ആ സാധനം ഇത്ര ഇവർ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതൊരു വേറൊരു സെക്കൻഡ് സ്റ്റെയർ എന്ന് പറഞ്ഞൊരു സ്റ്റെയർ ഉണ്ട് കേട്ടോ. അത് അപ്പുറത്തോട് വന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ഭാഗത്തായിട്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ റൂമാണ്. ഇവിടെയാണ് നമ്മുടെ ഹായ് കണ്ടോ, ഇവിടെ ഒരു ബായ് ഉണ്ട്. ബായാണ് ഇവിടെ ഇതെല്ലാം നോക്കുന്നത്. ഇനി ഇതാണ് ഇവിടുത്തെ നടുമുറ്റം. നടുമുറ്റം കയറി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വാ സാധനം കാണിച്ചു തരാം. ഇത് ഇവിടെ ഡോറും ഉണ്ട് കേട്ടോ. ഈ ഒരു ഡോർ കഴിഞ്ഞാൽ എൻ്റെ ഒരു അരണ്ട വെളിച്ചം മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ടോ? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ സ്റ്റെയർ. കണ്ടോ? ഇവിടുത്തെ പാത്രങ്ങളൊക്കെ ഇരിക്കും, നോക്കി, പഴയ പാത്രങ്ങൾ, സാധനങ്ങൾ.
അപ്പോൾ എല്ലാ സാധനവും അതിരിപ്പുണ്ട് കണ്ടോ. അപ്പോൾ ഇതൊരു രണ്ടാമത്തെ ഒരു സ്റ്റെയർ കൂടെ കേട്ടോ. നമുക്ക് ലൈറ്റ് ഓഫ് ആക്കിയേക്കാം. വൈദ്യുതി അമൂല്യമാണ്, പാഴാക്കണ്ട. ഇത് പഴയ അടുക്കളയായിരുന്നു കേട്ടോ. ഈ അടുക്കളയിൽ നിന്നാണ് നമ്മൾ മറ്റിടത്തേക്ക് ഇറങ്ങുന്ന ഒരു സ്പേസ് ഉണ്ടോ. മച്ചൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അടുക്കളയായിരുന്നു എന്നുള്ള കാര്യം. പുകയും പുകക്കറയും ഒക്കെ. ഇത് പഴയ സിമെൻ്റാണോ സുർക്കിയാണോ? ഇപ്പോൾ മുല്ലപ്പെരിയാർ നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ സുർക്കിയും മിശ്രിതം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. സാധനം കണ്ടു കഴിഞ്ഞാൽ അടുക്കളയുടെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരാം. കൊള്ളാം. ഇവിടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ബായ് ഗ്യാസൊക്കെ വെച്ച് ഇവിടെ ഇതാണ്ടോ സെറ്റപ്പാ. അപ്പോൾ ഇത് പഴയ അടുക്കളയായിരുന്നു പഴയ. ശങ്കരൻ തമ്പി ഇവിടെ വന്നിട്ട് പഴയ ഒരു സാധനം കണ്ട. ഇത് മാത്രമാണ്. ഇത് കൊള്ളാം. ഇത് സത്യം പറഞ്ഞത് മരം കേട്ടോ. ഓക്കെ, സാധനം കാണിച്ചു കൊടുത്തേ. കണ്ട ശങ്കരൻ തമ്പി അവിടെ ഇരിക്കും. ഇനി ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കുറേ പഴയ സാധനമാണ്. വല്ലാത്തൊരു സ്മെല്ല് കേട്ടോ അടച്ചിട്ടേക്കുന്നതിൻ്റെ. ഇത് ബാത്റൂം അങ്ങനെ തോന്നുന്നു കേട്ടോ. എന്തായാലും അടച്ചിട്ടേക്കുന്നതിൻ്റെ ഒരു സ്മെല്ല് ഇതിനകത്ത് മൊത്തം ഉണ്ട് കേട്ടോ. വേണ്ടാ കുപ്പി എന്തൊക്കെ സാധനങ്ങളാ. ഇതെന്തുവാണോ ഇത് കണ്ടിട്ട് എന്നിട്ട് എനിക്കൊന്ന് ക്ലോസറ്റ് പഴയ കാലത്തെ ക്ലോസറ്റ് അടച്ചു വെക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ ഒരു ഷേപ്പ് കണ്ടിട്ട് അതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും കൊള്ളാമല്ലേ ഈ ഒരു ഭാഗം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഇരുട്ടത്ത് നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. നമ്മൾ ലൈറ്റൊക്കെ നമ്മുടെ അടുത്ത് എപ്പോഴും സെറ്റപ്പൊക്കെ ഉണ്ടാവും, പക്ഷെ എങ്കിലും കൊള്ളാം ഈ ഒരു സെറ്റപ്പ് കേട്ടോ. ഇത് ഇവരൊരു ലോക്കൽ ഡൈനിങ് സ്പേസ് മാതിരിയുള്ളൊരു സ്പേസാണ്. ഓക്കെ, ഇവിടെ ഒരു ഫ്രിഡ്ജൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ പഴയൊരു ക്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ ഇരിക്കാൻ ഭാഗത്തിനായിട്ടൊരു സ്പേസ് ഇവിടെ ലൈറ്റ് ഉണ്ടോ നോക്കട്ടെ. കണ്ട. അപ്പോൾ ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ഈ ടി വിയൊക്കെ കാണുന്നൊരു പഴയ ടി വിയൊക്കെ പുള്ളി ഇവിടെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വെച്ച് പുള്ളി ഇവിടുന്ന് ടി വി കാണുന്നൊരു സ്പേസാണ്. നടുമുറ്റം വെള്ളമൊക്കെ കൃത്യമായിട്ട് ഇവിടെ വന്ന് വീഴും കേട്ടോ. അപ്പോൾ ആ തരത്തിലുള്ള ഒരു നടുമുറ്റവും സെറ്റപ്പൊക്കെയാണ് ഇവിടെ ഒരുക്കിയേക്കുന്നത്. ഇനി നമ്മളുടെ അടുക്കളയുടെ തന്നെ രണ്ടാമത്തെ ഒരു വശമുണ്ട്. നമ്മൾ ആ ഒരു ഡോറുണ്ടായത്, ആ ഡോറ് തുറന്ന് കാണിച്ചില്ലായിരുന്നു നിങ്ങളെ. അപ്പോൾ ആ ഡോറ് ഞാൻ തുറന്ന് കാണിക്കും. ഇപ്പോൾ ഈ അടുക്കളയിൽ ഇവിടുത്തെ ബായ് പാചകമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൻ അടുക്കള എനിക്ക് സെക്കൻഡ് കിച്ചൺ അല്ലേ ഇപ്പോഴത്തെ ആ സെറ്റപ്പാണ് തോന്നുന്നുണ്ടോ. ഇവിടെ സ്റ്റവ് സാധനങ്ങൾ. പഴയ അടുപ്പൊക്കെ നോക്കിയേ. ഇത് കാണിച്ചു നോക്കിയേ. കണ്ടോ എന്താ കിടിലോ. ഇപ്പം ബായുടെ ദോശക്കല്ല് ഇതാന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് അടുക്കള സെറ്റപ്പ്. ഇവിടെ ഒരു കിണറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കിണർ ഞാനിവിടെ ഓപ്പൺ ആക്കി കാണിക്കാം. ഇതിങ്ങനെ തുറക്കണം. എന്തൊക്കെ സേഫ്റ്റി ഫീച്ചേഴ്സാണ് ഈ സാധനം. അറിയാമല്ലോ, ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ പഴയ കപ്പിയാണ്. ഇതിൻ്റെ പുതിയ കപ്പിയൊക്കെ ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും കൊള്ളാമല്ലേ. പഴയ സിങ്കൊക്കെ നോക്കി. ഇതിപ്പോൾ പുതിയ സിങ്കാണ്. ഇത് പഴയ സിങ്കായിരിക്കും. പാത്രമൊക്കെ താഴെ വെച്ചായിരിക്കും. ഇതെന്തായാലും അടച്ചിട്ടേക്കാം കേട്ടോ. ആദ്യം ഇത് അടയ്ക്കേണ്ടത്. പക്ഷേ ഇതിൻ്റെ ഒരു മെക്കാനിസം നോക്കിയേ. മുകളിൽ നിന്ന് താഴോട്ട് എടുത്തിട്ട് എന്നാ സേഫ്റ്റിയാ. പണ്ടുള്ള ഒരു സേഫ്റ്റിയുടെ കാര്യത്തിലൊന്നും ഒട്ടും പുറകിലല്ല കേട്ടോ. ഈ ഡോറാണ് നമ്മൾ മറ്റേ നേരത്തെ കണ്ട ആ ഒരു കിച്ചൻ്റെ ഡോറുണ്ടെന്നുണ്ട്. പക്ഷെ നമുക്ക് തുറക്കാൻ പറ്റിയിരുന്നില്ല. ഈ ഡോർ ഇത് അടച്ചിട്ടേക്കാണ്. ഇനി നമുക്ക് നേരത്തെ ഒരു ഫുഡ് കഴിക്കുന്നതൊക്കെ പറഞ്ഞ ഒരു സ്പേസ് ഉണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നടത്താം. നമ്മുടെ ഇതിൻ്റെ മെക്കാനിസം നോക്കി കണ്ടോ. ഈ സാധനം ഇങ്ങനെ പൊക്കിയിട്ട് ഇവിടെ ലോക്കുണ്ട്. ഇത് കാണിച്ചു കൊടുത്തേ. ഈ ലോക്ക് കാണിച്ചു കൊടുത്തേ. കണ്ടോ ഈ ലോക്കുണ്ട്. ഈ ലോക്ക് വെച്ച് അത് ആദ്യം മാറ്റണം. അതിനുശേഷം നിങ്ങൾ വീഡിയോയിലൊക്കെ ചിലർ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടി കേട്ടോ. കണ്ടവർ എന്നെ തെറി വിളിക്കാൻ വരണ്ട. ഇതാണ് സെറ്റപ്പ്. ഇവിടെ കുറേ ഇവിടെ ഇവരെല്ലാം കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്പേസ് ആണ് എന്ന് പറയുന്ന ഒരു ഏരിയ ഇതാട്ടോ. അപ്പം കണ്ടു നോക്കിയേ. പഴയ കുടങ്ങൾ, മകുടങ്ങൾ നോക്കിയേ. എന്തോരം കുടം. ഇതൊക്കെ എത്ര വർഷം പഴക്കമുള്ളതായിരിക്കും. അത് നോക്കി. തടിയാണ്, മൺകുട കേട്ടോ. കുറേയൊക്കെ ദ്രവിച്ചിട്ടുണ്ട്. പക്ഷെ കൊള്ളാം കേട്ടോ. അതിൻ്റെ അടപ്പ്, സാധനങ്ങൾ, പഴയ ഫർണിച്ചേഴ്സ്, നമ്മളിതെല്ലാം കയറി മൊത്തം കാണും കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ കാണുന്ന സാധനങ്ങളെല്ലാം വിൽക്കാൻ തന്നെയാണ്. ഈ സാധനങ്ങളെല്ലാം ഉൾപ്പെടെയായിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് ഏകദേശം ഈ ഒരു സെറ്റപ്പ്? നമ്മൾ ഏകദേശം ഈ ഒരു ഏരിയ മുഴുവൻ കണ്ടു. ഇതിനകത്ത് ഇനി കാണാനായിട്ട് മുകൾ ഭാഗം കൂടെ നമുക്കിനി കാണേണ്ടതുണ്ട് കേട്ടോ. മുകളിലേക്ക് നമുക്ക് കയറാം. നമ്മൾ ഈ വന്ന വഴി തന്നെയാണ്
മുകളിലേക്ക് കയറാനുള്ള വഴി നമുക്കതൂടെ കാണാം. വാ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെയർ കേസ്. മൊത്തം തടി കേട്ടോ, അന്യായ പണിയാണെന്നാ സ്പൈറലായിട്ട് കൊടുത്തേക്കുന്ന ഒരു സ്റ്റെയറാണ് കേട്ടോ. ഇപ്പോഴല്ലേ നമുക്ക് സ്റ്റെയറിന് ഇത്രയും വീതി വേണം, നമ്മൾ ഇത്രയും സ്ഥലം എടുക്കണം. ഇത് നോക്കിയാൽ പണ്ടത്തെ സ്റ്റെയർ ഉണ്ടോ, ചെറിയ സ്റ്റെയറാണ്, ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ. പഴയ ബേ വിൻഡോ സെറ്റപ്പ് ഇവിടെ നമുക്ക് ഇരിക്കാം. അവിടെ ഇങ്ങനെ 3 ബേ വിൻഡോസ് ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ. ദൈവമേ, ആ റൂമിലേക്ക് നോക്കി, ലൈറ്റ് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്യുന്നു. എന്താ പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. ഞാൻ വന്നത് പെയിൻറ്റിങ്, ഇതിനകത്ത് രാജാ രവിവർമ്മയുടെ പെയിൻറ്റിങ് ഉണ്ട് കേട്ടോ. ഉണ്ടോ സെറ്റപ്പ്? ഇവിടുത്തെ ഈ പെയിൻറ്റിങ് ഉണ്ടോ? ഇതൊക്കെ എത്ര നല്ല വില കൊടുപ്പുള്ള പെയിൻറ്റിങ് ആയിരിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ ആർക്കും അറിയാതായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണോ? എന്തായാലും കൊള്ളാം കേട്ടോ. അതുകൊണ്ട് ഇതുണ്ടോ, കലക്കം പെയിൻറ്റിങ്സ് ആട്ടോ. ഇനി വേറൊരു പെയിൻറ്റിങ് കൂടെ ഉണ്ടേ, ഞാൻ നിങ്ങളെ കാണിക്കാവേ. ബാ, ഇതുണ്ടോ രവിവർമ്മയുടെ പെയിൻറ്റിങ് അത് കേട്ടോ. ഇത് രവിവർമ്മയുടെ ഒറിജിനൽ പെയിൻറ്റിങ്ങാണ്. ഒറിജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വാങ്ങിച്ചേക്കുന്നേ ആയിരിക്കാം. എന്തായാലും കൊള്ളാം. ഇവിടെ ഇതുണ്ടോ, ഇതാരെ സായിപ്പ് അറിയാൻ ഒരു വഴിയില്ല. എനിക്ക് ഈ സായിപ്പിനെ അറിയാവുന്ന ആരെല്ലാം കമൻറ്റ് ചെയ്ത് കേട്ടോ. പിന്നെ ഇതും രവിവർമ്മയുടെ ഒരു പ്രശസ്തമായ ചിത്രമാണ് കേട്ടോ. കൊള്ളാം കേട്ടോ. ഇത് ചെതലൊക്കെ എടുത്ത് തുടങ്ങിയിടും. കാണാണ്ട് ഇവിടെ നോക്കി, ചെതലെടുത്തേക്കുന്നത്. ഇതൊക്കെ അത് നേരെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടായിരുന്നു അല്ലേ. പക്ഷെ കൊള്ളാം. ഇനി വാ, ഇവിടെ ബെഡ്റൂം കാണിക്കാം. വാ, കാമോൺ. ഇവിടെ ഫുൾ ഇരുട്ടാണേ, ഇവിടെ ലൈറ്റൊന്നുമില്ല. കണ്ടോ, ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇവിടെ മച്ചൊക്കെ കിടിലും തന്നെ. ഇനി ഇവിടുത്തെ ബാത്റൂം കാണിക്കാവേ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ബാത്റൂമില്ലേ, ഇവിടെ ക്ലോസറ്റ് സെറ്റില്ല, പകരം ഇതാ ഈ സെറ്റപ്പാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കണ്ടോ, ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞ സംഭവം. എല്ലായിടത്തും ഇതിനൊക്കെ കുഞ്ഞ് ജനാലകളുണ്ട് കേട്ടോ, കുഞ്ഞ് ജനാല. പിന്നെ ഇവിടെയും സ്റ്റോറേജ് സ്പേസ്, ഇതാ ഈ ഒരു ഭാഗത്തും സ്റ്റോറേജ് സ്പേസ്, അടിയിലൊക്കെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഇതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് അവിടെയും ഒരു ബെഡ്റൂമുണ്ട്. ദാ ഇവിടെയായിട്ടാണ് അടുത്ത ബെഡ്റൂം ഉള്ളത് കേട്ടോ. ഓക്കെ, നമ്മളിപ്പം കണ്ട സെയിം ബെഡ്റൂമില്ലേ, അതേപോലൊരു ബെഡ്റൂമാണ്. നല്ലൊരു ഹെറിറ്റേജ് ആക്കാനുള്ള എല്ലാ സെറ്റപ്പും ഇതിനകത്തുണ്ട്. കണ്ടോ, ഓക്കെ, എന്നാ സെറ്റപ്പ് ഉണ്ടോ. ജനാലയൊക്കെ ആവശ്യത്തിന് ജനാല കൊടുത്തിട്ടുണ്ട്. സെയിം ഇതേപോലെ ഒരു ബാത്റൂം. ഈ ബാത്റൂമൊക്കെ റിനോവേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി സെറ്റപ്പായിട്ട് എടുക്കാൻ. കണ്ടോ, ഞാൻ പറഞ്ഞ ചെല്ലിയുടെ ശല്യം കണ്ടോ. അപ്പോൾ ഈ മാവന്മാർ ഇച്ചിരി വശപ്പശയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ എല്ലായിടത്തും ആവശ്യത്തിന് സ്പേസ് കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളതിൻ്റെ വലിയൊരു ഹോളുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ലൈറ്റൊക്കെ മിന്നി പറഞ്ഞുകൊണ്ടിരുന്ന ഭാഗം. വാ, നമുക്ക് അവിടേക്ക് പോകാം. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ഹോൾ സ്പേസ് ആണ്. ഇതാണ്ട, ഇതൊരു ഹോളാണ് ഈ ഒരു ഭാഗത്ത് കണ്ട. ഇനി ഇവിടെ ആയിട്ടാണ് നമ്മൾ ലൈറ്റ്, ഇവൻ്റെ ലൈറ്റിന് എന്ത് പറ്റി, പോയി ആ ലൈറ്റിൻ്റെ പ്രശ്നം. യെസ്, കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ഈ സ്റ്റെയർ നമ്മൾ താഴെ നമ്മൾ കണ്ടില്ലേ, വേറൊരു സ്റ്റെയർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഈ സ്റ്റെയർ എമർജൻസി ആയിട്ട് മുകളിലേക്ക് കയറാനായിട്ട്. ഈ പടിയുണ്ടോ, വളരെ ചെറിയ പടികളാട്ടോ, വലിയ പടിയൊന്നുമില്ല, കുഞ്ഞു പടികളാണ് കേട്ടോ. ഇത് ഇവിടുന്ന് മുകളിലേക്ക് 3 നിലയല്ലേ, അപ്പം മുകളിലേക്ക് കയറാനും പറ്റും ഇതുവഴി. ഇവിടെ ആയിട്ട് ഈ ബെഡ്റൂമിൽ നല്ല വെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ബൾബൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലൈറ്റിൻ്റെ ആവശ്യമില്ലല്ലോ. ദാ ഇവിടെ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്ന പുതിയ മോഡലാണ് കേട്ടോ, പുതിയ മോഡൽ ക്ലോസറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഉള്ളിലായിട്ടൊക്കെ നല്ല സ്ഥല സൗകര്യം ഉണ്ട് കേട്ടോ. ഫുള്ള് തടിയുടെ വർക്കാട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു വില എന്താ പറയുക, ആ ഒരു മൂല്യം കൃത്യമായിട്ട് നിർണ്ണയിക്കുമ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ എന്താ പറയുക, നമ്മൾ മുഖവിലക്ക് എടുക്കണം. ഇതേപോലെ തന്നെ ഇവിടെ വേറൊരു സാധനം ഇരിപ്പുണ്ട് കേട്ടോ, അത് ഞാൻ കണ്ടേ കേട്ടോ, അത് ഞാൻ നിങ്ങളെ കാണിക്കാവേ. ഒരു പഴയ ഫാൻ, എത്ര കൊല്ലം പഴക്കമുണ്ടാവും ഈ ഒരു ഫാന്, പക്ഷേ ഈ സാധനം വർക്കിംഗ് കേട്ടോ. കണ്ട സൗണ്ട് കേട്ടോ, ദേവദൂതനകത്ത ഫാനിൻ്റെ കൂട്ടില്ലേ, ദേവദൂതൻ ഈ അടുത്തിടയ്ക്കല്ലേ റിലീസേ. ഇതേപോലെ തന്നെ ഒരു ബാത്റൂം സെറ്റപ്പ് ഇതാ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സെയിം ബാത്റൂം തന്നെ കേട്ടോ, എല്ലാം വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം പോലെ തന്നെ. അപ്പോൾ ഇനി നമുക്ക് കയറേണ്ടത് ഇതിന് മുകളിലേക്ക് നമുക്ക് കയറാൻ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ മുകളിൽ ലൈറ്റ് ഉണ്ടോ, അതാ മുകളിലേക്ക് കയറാനായിട്ട്. ഇവിടെ ഞാൻ പറഞ്ഞാണ്ട ഈ ചെല്ലിയുടെ ശല്യം കണ്ടോ, ഇവന്മാർ ഇത് നാറെ നശിപ്പിച്ചിട്ടേക്കുക. അപ്പോൾ നമുക്ക് മുകളിലേക്ക് കയറാം. അപ്പോൾ ഇതാണ് 3ാമത്തെ തല. നമ്മൾ നടക്കുമ്പോഴേ
ഇവന്മാരെ ചവിട്ടിയിട്ട് നടക്കുന്നത് കണ്ടോ. ഇവിടെ മുകളിൽ മച്ചുണ്ട്, ഇതിന് മുകളിലായിട്ടൊക്കെ ഇഷ്ടംപോലെ സ്ഥല സൗകര്യങ്ങളുണ്ട് കേട്ടോ. തടികളൊന്നും ചെതലെടുത്തിട്ടില്ല കേട്ടോ, ആ കാര്യം എടുത്തു പറയട്ടെ. ഈ തടി ഒന്നും ചെതലെടുത്തിട്ടില്ല, നല്ല തടിയാണ്, ഉപയോഗിക്കാൻ പറ്റുന്ന കീടിലും തടികളാട്ടോ അവിടെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ റീയൂസ് ചെയ്യണമെങ്കിൽ റീയൂസ് ചെയ്യാനായിട്ടും പറ്റും. യെസ്, ഓ ഫുള്ള് ചെല്ലിയ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു മന കാണാനായിട്ട്. എൻ്റെ അമ്മേ കിടിലം, ഒന്നും പറയാനില്ല. ഈ മനയ്ക്ക് അവർ ചോദിക്കുന്ന വില 5.5 കോടി രൂപയാണ് കേട്ടോ. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്പർ എടുക്കുക, വിളിക്കുക, അവരോട് സംസാരിക്കുക. നിങ്ങളുടെ ഡീലുകൾ ഇപ്പോൾ തന്നെ ഉറപ്പാക്കാം. അപ്പോൾ ഇതേപോലെ വ്യത്യസ്തമായ ഡീലുകൾ ഇനിയും നമ്മുടെ ചാനലിനടുത്ത് വരും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും അതേപോലെ ബെൽ ബട്ടൺ അമർത്തുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിച്ചേക്കാം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.